അഭിപ്രായ വോട്ടെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന് മേൽ കമല ഹാരിസ് മേൽക്കൈ നേടുമ്പോൾ ലോകം കീഴ്മേൽ മറിയുമോ? കുറഞ്ഞത് അമേരിക്കയുടെയെങ്കിലും ലോകം കീഴ്മേൽ മറിയുകയാണ് എന്നു തന്നെ പറയണം. ഹിലരി ക്ലിന്റന് സാധിക്കാത്തത് കമലയ്ക്ക് സാധിക്കുമോ എന്നറിയാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ബൈഡന്റെ പിന്മാറ്റത്തിന് പിന്നാലെയുണ്ടായ അഭിപ്രായ വോട്ടെടുപ്പിലെ തരംഗം തുടർന്നാൽ കമല ഹാരിസ് അമേരിക്കയുടെ ആദ്യ വനിതാ പ്രസിഡന്റാകും. അതും ഇന്ത്യൻ ജമൈക്കൻ വംശജയായ വനിത. 2 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ജനാധിപത്യമാണ്. അതിന് ആദ്യ വനിതാ അധ്യക്ഷയെ കിട്ടുന്നത് എത്ര ഔന്നിത്യമുണ്ടാക്കുന്ന നിമിഷമായിരിക്കും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. അമേരിക്ക എന്തിനിത്ര വൈകി? സിരിമാവോ ബണ്ടാര നായികെ എന്ന വനിതാ നേതാവിനെ വിശ്വസിച്ച് ഭരണമേൽപ്പിച്ച് ലോകത്തിന് വഴികാട്ടിയത് ശ്രീലങ്കയാണ്. അവിടെ പിന്നെ ചന്ദ്രിക കുമാരതുംഗയും വന്നു. ഇന്ത്യയുടെ ഇന്ദിര, ബംഗ്ലാദേശിന്റെ ഷെയ്ഖ് ഹസീനയും ഖാലിദ സിയയും, പാകിസ്ഥാനിൽ ബേനസീർ ഭൂട്ടോ, മ്യാൻമറിൽ ഓങ് സാൻ സുചി, ഇസ്രയേലിന്റെ ഗോൾഡ മേയർ, യൂറോപ്പിലേക്ക് പോയാൽ ബ്രിട്ടനിൽ മാർഗരറ്റ് താച്ചറും തെരേസ മേയും, ജർമ്മനിയിൽ ഒരേ ഒരു ആഞ്ചല മെർക്കൽ, ബ്രസീലിൽ വന്നെങ്കിലും ഇംപീച്ച് ചെയ്ത് പുറത്താക്കപ്പെട്ട ദിൽമ റോസഫ്, ഗ്രീസിന്റെ ഇപ്പോഴത്തെയും കാതറീന സാക്കലരുപാലു, ഇറ്റലിയിൽ ഒരേ ഒരു ജോർജിയ മെലനി. വനിതകൾ ഇങ്ങനെ പല രാജ്യങ്ങളിലും 1-2 പേരുകളിൽ അവസാനിക്കുകയാണ്. പക്ഷേ ഫ്രാൻസിലും അമേരിക്കയിലും ഇതുവരെ ഒരു വനിതാ ഭരണ മേധാവി ഉണ്ടായിട്ടില്ല. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. വിപ്ലവ ചൈനയിൽ 12 ദിവസത്തേക്ക് ഒരു ഓണററി വനിതാ പ്രസിഡന്റ് ഉണ്ടായി. മാവോ രാജ്യം പിടിച്ചപ്പോൾ മുതൽ തലപ്പൊക്കത്തിൽ ഒപ്പമുണ്ടായിരുന്ന സു ചിങ് ലിങ് ആയിരുന്നു അത്. വൈസ് പ്രസിഡന്റ് പദവിയിലൊക്കെ എത്തിയെങ്കിലും അധ്യക്ഷയാക്കാതിരുന്ന സു മരണക്കിടക്കയിലായ സമയത്താണ് 12 ദിവസത്തേക്ക് രാജ്യഭരണമേൽപ്പിച്ച് ചൈന ആ പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിച്ചത്. അതുപോലും അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല. ഡൊണാൾഡ് ഹാരിസിന്റെയും ശ്യാമള ഗോപാലന്റെയും മക്കൾ രാഷ്ട്രീയത്തിൽ ഒരു കുടുംബിനി ആയിരുന്നില്ല. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വനിതകൾ ഇതുവരെ കുടുംബനാഥന്മാരായിരുന്നു. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനൊപ്പം കിട്ടുന്ന ഫസ്റ്റ് ലേഡി. ഇതായിരുന്നു സമീപകാല ചരിത്രത്തിൽ വരെ അമേരിക്കയിലെ രാഷ്ട്രീയ വനിത. ബിൽ ക്ലിന്റന്റെ ഫസ്റ്റ് ലേഡി ആയിരുന്ന ഹിലരിക്ക് സ്വന്തം നിലയ്ക്ക് രാഷ്ട്രീയ വ്യക്തിത്വം ഉണ്ടായിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പിൽ ജയിക്കാനായില്ല. കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റായി കമല നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഒരു ചരിത്രമായിരുന്നു. ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റ്, ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആകാൻ പക്ഷേ ഇനിയും കടമ്പകളേറെയുണ്ട്. ചെവിയിൽ വെടികൊണ്ട് സഹതാപ തരംഗത്താൽ കളം പിടിച്ചു കഴിഞ്ഞ ട്രംപിനെ വീഴ്ത്തുക വിചാരിക്കുന്നത്ര എളുപ്പമുള്ള കാര്യമല്ല. തീവ്ര ഇവാഞ്ചലിക്കൽ പ്രസംഗങ്ങളുമായി വംശീയത ആളിക്കത്തിച്ച് നടത്തുന്ന ആ പ്രചാരണത്തെ മറികടക്കാൻ പുതിയ വഴികൾ വെട്ടിത്തെളിക്കേണ്ടതുണ്ട്. കാലിഫോർണിയയുടെ അറ്റോർണി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട നിമിഷമാണ് കമല മുഴുവൻ അമേരിക്കയുടെയും ശ്രദ്ധയിലെത്തുന്നത്. പക്വമായ തീരുമാനങ്ങളും ഹൃദ്യമായ പെരുമാറ്റവും അർത്ഥപൂർണമായ പ്രസംഗങ്ങളും ഇതായിരുന്നു കമലയെ വേറിട്ടു നിർത്തിയത്. ഭർത്താവിന്റെ കൈ പിടിച്ചു നടക്കാൻ വിധിക്കപ്പെട്ട ഫസ്റ്റ് ലേഡിയായി ഒരു വേദിയിലും കമല ഹാരിസ് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി സെക്കൻഡ് ജെന്റിൽമാൻ എന്ന വിശേഷണം ലഭിച്ചത് കമലയുടെ ഭർത്താവ് ഡഗ് എമോഫിനാണ്. ഇനി കമല പ്രസിഡന്റ് ആയാൽ ഫസ്റ്റ് ജെന്റിൽമാൻ ആകുന്ന ആദ്യയാളും ഡഗ് എമോഫ് ആകും. ഫസ്റ്റ് ലേഡിയിൽ നിന്ന് ഫസ്റ്റ് ജെന്റിൽമാനിലേക്കുള്ള രാഷ്ട്രീയ മാറ്റമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് മുന്നിലുള്ളത്. എല്ലാ കാര്യത്തിലും പുരോഗമന ചിന്തയുണ്ട് എന്ന് പറഞ്ഞിരുന്ന നാട്ടിൽ ഒരു ഫീമെയിൽ പ്രസിഡന്റ് ഇത്ര വൈകി എന്നത് തന്നെയാണ് പിന്തിരിപ്പൻ സമൂഹത്തിന്റെ ലക്ഷണം. നമ്മൾ പ്രചരിപ്പിക്കുന്നത് പോലെ പാശ്ചാത്യം എന്നതിന് പുരോഗമനം എന്ന അർത്ഥമൊന്നുമില്ല എന്നതാണ് ഈ വസ്തുതകൾ കാണിക്കുന്നത്. കമല ഹാരിസ് പല കാരണങ്ങളാൽ നവചിന്തകളുടെ സങ്കലനമാണ്. ജാതിയും മതവും ദേശവും വർണ്ണവും വംശവും ഒന്നും പ്രധാനമല്ലെന്ന് തെളിയിക്കുന്ന അത്യുത്തരാധുനികതയുടെ പ്രതീകമാണത്. ദക്ഷിണേഷ്യൻ കറുത്ത വർഗ സങ്കലനത്തിൽ നിന്നും വരുന്നതുകൊണ്ട് മാത്രമല്ല അത്. ചിന്തകളിലും കമല ഏറെ മുന്നിലാണ്. അമേരിക്കയുടെ ജനസംഖ്യയിലെ 10% മാത്രമുള്ള മിശ്ര വംശ പരമ്പരയിലുള്ളവർ, 60% വരുന്ന വെള്ളക്കാരുടെ പിന്തുണ നേടുക എന്നാൽ ആ മാറ്റം സമൂഹം അംഗീകരിക്കുക കൂടിയാണ് എന്ന് കൂടി പ്രഖ്യാപിക്കുന്നു കമല.
കമല കൊണ്ടുവരുന്ന പ്രധാന നയംമാറ്റം കുടിയേറ്റത്തിലാണ്. ഇമിഗ്രേഷൻ നിയമങ്ങൾ ഉദാരമാക്കണമെന്നും സുതാര്യമാക്കണമെന്നും വാദിക്കുന്നയാളാണ് കമല. കറുത്ത വംശജരെ അതിർത്തിയിൽ തടഞ്ഞ് ജയിലിലടയ്ക്കുന്ന നടപടികൾക്കെതിരെ എന്നും ശബ്ദമുയർത്തിയിരുന്നയാളുമാണ്. ഡൊണാൾഡ് ട്രംപ് എന്താണോ വാദിച്ചിരുന്നത് അതിന് നേരെ വിപരീതമാണ് കമല പറയുന്ന രാഷ്ട്രീയം. കോവിഡ് വന്നപ്പോൾ പ്രാർത്ഥന മതി എന്ന് പ്രസംഗിച്ചയാളാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ വാക്സിനേഷൻ വൈകാനും ഈ നിലപാട് വലിയൊരു കാരണമായി. ആധുനിക വൈദ്യശാസ്ത്രത്തിനായി വാദിക്കുന്നയാളാണ് കമല. ബൈഡനിൽ നിന്ന് പോലും വ്യത്യസ്തയാണ് വിദേശകാര്യ നയങ്ങളിലും രാഷ്ട്രീയ നിലപാടുകളിലുമൊക്കെ കമല ഹാരിസ്. ഇതിനെ മറ്റൊരു ബരാക് ഒബാമ നിമിഷം എന്ന് വേണമെങ്കിൽ വിളിക്കാം. തലയെടുപ്പിലും നിലപാടുകളിലുമൊക്കെ ആദ്യ ആഫ്രിക്കൻ വംശജനായ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്കൊപ്പം നിൽക്കുന്നയാളാണ് കമല. ഏഷ്യോ ആഫ്രിക്കനും കൂടിയാണ് എന്നുള്ളതാണ് കമലയുടെ അധ്യക്ഷ സാധ്യതയെ ഭൂഖണ്ഡാന്തര പ്രസക്തിയുള്ളതാക്കുന്നത്. ഇത് ചിന്താവിഷ്ടയായ ശ്യാമളയുടെ മകളല്ല, ചിന്തകളാൽ കുതിച്ച ശ്യാമള ഗോപാലന്റെ മകളാണ്. ആ പാരമ്പര്യത്തിൽ തന്നെയുണ്ട് തീപ്പൊരി. കമല നയിക്കുമോ അമേരിക്കയെ? നമുക്കും കാത്തിരുന്ന് കാണാം നിറഞ്ഞ ഉത്സാഹത്തോടെ. ഇതോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും.